സച്ചിദാനന്ദനും സാറ ജോസഫിനുമെതിരെ സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി രംഗത്തെത്തിയത് നമ്മൾ കണ്ടു. സാമാന്യ യുക്തിക്ക് നിരക്കാത്ത രാഷ്ട്രീയ കൗശലം കേരളം സ്വീകരിക്കില്ല എന്നാണ് അദ്ദേഹം എഴുതിയത്. സച്ചിദാനന്ദനും സാറ ജോസഫും അടക്കമുള്ളവർ അറിഞ്ഞോ അറിയാതെയോ ഒരു ഗൂഢ പദ്ധതിയുടെ ഭാഗമായി തീരുകയാണ്. പ്രസംഗങ്ങളിലും പ്രതികരണങ്ങളിലും ഓർമ്മയും യുക്തിയും നഷ്ടമാകുന്നുവെന്ന് അടുത്തിടെയായി സച്ചിദാനന്ദൻ തന്നെ പലതവണ ഏറ്റുപറഞ്ഞിട്ടുണ്ട്. അത്തരം വിചിത്രമായ ഒരു പ്രതികരണമായി കേരളം ഇതിനെ കണക്കാക്കുമെന്നും കരിവള്ളൂർ മുരളി ഫേസ്ബുക്കിൽ കുറിച്ചു. റഹീസ് റഷീദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. റഹീസ് റഷീദ്, തീർച്ചയായും സച്ചിദാനന്ദനും സാറ ജോസഫും ഉൾപ്പെടെയുള്ളവരുടെ നിലപാടുകൾ അത് തിരിച്ചടിയാകുമെന്ന് CPM അറിയാം. അതുകൊണ്ട് ഇന്ന് കരുതലോടെയാണ് പ്രതികരിക്കുന്നത് കണ്ട് പ്രതിരോധം തീർക്കുന്നത് എങ്ങനെയായിരിക്കും? CPIഎമ്മിന് ഇക്കാര്യത്തിൽ പ്രതിരോധം തീർക്കാനുള്ള ഏറ്റവും നല്ല വഴിയായി അവർ കാണുന്നത് സാംസ്കാരിക മേഖലയിൽ CPIഎമ്മിനൊപ്പം അടിയുറച്ചു നിൽക്കുന്ന ആളുകളെ കൊണ്ട് തന്നെ ഇതിനൊരു മറുപടി പറയിപ്പിക്കുക. ഇന്നലെ അശോകൻ ചെരുവിലടക്കമുള്ള ആളുകൾ രംഗത്ത് വന്നു. മുരളി കാട്ടാക്കടയെ പോലുള്ള ആ രംഗത്ത്, സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് സച്ചിദാനന്ദന് മറുപടി പറയാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകളെ ഇറക്കി മറുപടി പറയിപ്പിക്കുക എന്നതാണ് CPM മുന്നിൽ കാണുന്നത്. പക്ഷേ സച്ചിദാനന്ദനെ കൂടുതൽ പ്രകോപിപ്പിക്കാതെ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിക്കുക എന്ന പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം കൂടിയാണ്. KV അബ്ദുൽ ഖാദർ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ട് തുടർന്നും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത പാർട്ടി പുലർത്തുന്നു. ഇതിനകത്ത് CPM കാണുന്ന പ്രധാനപ്പെട്ട പ്രശ്നം പശ്ചിമ ബംഗാളിലും ത്രിപുരയിലുമൊക്കെ തുടർച്ചയായി അധികാരം കിട്ടിയതുകൊണ്ടാണ് ഈ പാർട്ടി ഇല്ലാതായത്. അതുകൊണ്ട് ഇനി അധികാരത്തിൽ വരരുത് എന്ന് ആഗ്രഹിക്കുന്നത് CPM-കാരാണ് എന്ന പ്രചരണം UDF പല കോണുകളിൽ നിന്ന് അഴിച്ചുവിടുന്നുണ്ട്. സമാനമായ ഒരു കാര്യമാണ് സച്ചിദാനന്ദനും സാറ ജോസഫും MN കാരശ്ശേരിയും പോലുള്ള ആളുകൾ പറയുന്നത്. അത് അപകടമുണ്ടാക്കും എന്നവർ കാണുന്നു. അതുകൊണ്ട് അതിന് മറുപടി കൊടുക്കുക, ഇനി അവർ അത്തരം കാര്യങ്ങൾ പറയാതിരിക്കുക എന്നതിന് മുൻകൈ എടുക്കുക എന്നതാണ് പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനം. ശരി, റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.